ആളൊഴിഞ്ഞ പറമ്പുകളും ആളൊഴിഞ്ഞ വീടുകളുമെല്ലാം ഇപ്പോൾ അവർ ബോംബ് നിർമ്മാണശാലകളാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കും ഇഷ്ടംമാതിരി. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ തന്നെ ഒരു പ്രഖ്യാപിത നയം പോലാണ് ഈ കൊണ്ടു നടക്കുന്നത്. അതിനെ ഈ സ്തുതി പാടാനായിട്ടും അതിനെ ന്യായീകരിക്കാനുമായിട്ട് നടക്കുന്നവന്മാരെ ഉണ്ടല്ലോ, കാണുമ്പോൾ എനിക്ക് മനം പുരട്ടല ഉണ്ടാക്കുന്ന ഇവരുടെ കാര്യം. ഇത് പറയുമ്പോൾ ഒരു സമൂഹത്തിലുള്ള ജനങ്ങളെ കൊന്നൊടുക്കാനായിട്ട് ആരെയായാലും, അത് എതിർഭാഗത്തെ ആയാലും, അതിന് നിയമവ്യവസ്ഥയിൽ നിയമവാഴ്ചയിൽ ഒരു വിശ്വാസവും ഇല്ലാതെ സ്വന്തം നിയമം നടപ്പാക്കുക, എക്സിക്യൂഷൻ നടത്തുക എന്നുള്ളതല്ലേ ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി ഇങ്ങനെ പറയുന്ന ആളുകളെ, അവന്മാർക്ക് വേണ്ടി സ്മാരകങ്ങൾ പണിയുന്നവരെ, അവന്മാർക്ക് വേണ്ടി ഇനി അമ്പലം പോലും പറ്റുമെങ്കിൽ പണിയാൻ നടക്കുന്നവന്മാരെ, ഇവരെയൊക്കെ വേണം ആദ്യം തുറുങ്കിലടയ്ക്കേണ്ടത്. അതാ വേണ്ടത്. ഇതിന് നിൽക്കുന്ന നേതാക്കന്മാരെയും. ഇത് ഈ പാർട്ടി, ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്ന് തിരിച്ചറിയണം. ഇത് ജനങ്ങൾ നിങ്ങൾക്ക് എതിരെ നിങ്ങളെ കല്ലെറിഞ്ഞൊടിക്കുന്ന സമയം വിദൂരമല്ല, ഒന്ന് മനസ്സിലാക്കണം. ഈ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ബോംബ് നിർമ്മാണമായിട്ട് മുമ്പോട്ട് ആണെങ്കിൽ, വേലായുധന്മാരെന്ന് പറയുന്ന നിരപരാധികൾ കൊല്ലപ്പെടുകയാണെങ്കിൽ ഇനിയും ജനങ്ങൾ പ്രതികരിക്കും എന്ന് മനസ്സിലാക്കണം. ആ ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ സീനയിലൂടെ കണ്ടത്. അത് ഷാഫി പറമ്പിൽ അവിടെ ഈ ബോംബ് പൊട്ടി മരിച്ച ആ സ്ഥലം സന്ദർശിക്കാൻ പോയി. അവിടെ സന്ദർശനം കഴിഞ്ഞ് ആ സമയത്താണ് ഈ മാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽ അത് കാരണം ഇത് പെട്ടു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ഈ യുവതിയുടെ വിലാപം അതുകൊണ്ട് ഇത് പുറം ലോകം അറിയുന്നു. ഇനി ആ കുട്ടിക്ക് എത്ര നാൾ ജീവിച്ചിരിക്കാൻ നോക്കുമെന്ന് അതിന് തന്നെ സംശയമാണ്. കാരണം എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയുന്നില്ല. അതെവിടെ ഒരു കളരിയിലോ ഏതാണ്ട് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്നവരെണ്ണോ ഒരു കുട്ടിയാണ്. അപ്പോൾ അതിന് ഇനിയിപ്പം അവിടെ പോയി വിലക്കിയിട്ടുണ്ട്, അവിടെ കയറ്റരുതെന്ന്. ഇവർ ചെയ്യുന്ന ഇതാണ്, ഇവർ നാടടച്ച് അങ്ങ് വീടടച്ച് പിണ്ടം വെക്കുക എന്ന് നമ്മൾ പറയുന്നില്ലേ, അതുപോലെ ചെയ്തു കളയും. ഇവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കല്യാണത്തിന് വിളിക്കാൻ പാടില്ല, ഒരു കല്യാണത്തിന് വിളിക്കാൻ പാടില്ല, പൊതുപരിപാടി അതിൽ അവിടെ പോകാൻ പാടില്ല, അവിടെ ആരും കയറ്റാൻ പാടില്ല. ഇതുപോലെ ഓരോ വിലക്കുകളങ്ങ് ഏർപ്പെടുത്തുകയാണ്. ഇനി അതിന് റോഡേ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഈ റോഡേ പോകാൻ പാടില്ല. യവനന്മാരങ്ങ് തീരുമാനിക്കും. ഇതാണോ പാർട്ടി ഗ്രാമങ്ങളെന്ന് പറയുന്ന ഗ്രാമങ്ങളായിരിക്കും ഈ പറയുന്നതൊക്കെ. എന്തോ പാർട്ടി ഗ്രാമങ്ങൾ നമ്മൾ പണ്ട് ബംഗാളിൽ ഒരുപാട് കണ്ടു. ഇപ്പോൾ അവിടെ കാല് കുത്താൻ പറ്റുമോ ഈ പാർട്ടിക്കാർക്ക്? പറ്റത്തില്ലല്ലോ. ആ അവസ്ഥ ഉണ്ടാക്കാൻ പോവാണ് ഇവിടെ കുറേ നേതാക്കന്മാരും എല്ലാ അണികളും ചേർന്നുകൊണ്ട്. ക്രിമിനലുകളാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നതെല്ലാം. ഈ വീട്ടിൽ കയറി ഇതിനെ വിലക്കാനും അതുപോലെ അതിനെ കളരി അത് പഠിക്കുന്ന സ്ഥാപനത്തിൽ പോയിട്ട് അവിടെ ഇതിനെ വിലക്കാനും ഒക്കെ ഇവരാരാണ് ഈ നാട്ടിൽ? ഈ നാട് ഭരിക്കുന്നതെന്നുള്ളത് സത്യമാണ്. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ DYSPമാരുടെ സ്ഥലമാറ്റത്തെക്കുറിച്ച് ഒരു പുതിയ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഇലക്ഷൻ്റെ കാലത്ത് DYSPമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം ഇരിക്കുന്നവരെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവരെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം എന്താണെന്നറിയാം, ഇവിടെ ആരെയൊക്കെ നിയമിക്കണം ലിസ്റ്റ് മുഖ്യമന്ത്രിക്ക് കൊടുത്തപ്പോൾ ലിസ്റ്റ് അങ്ങ് തള്ളിയിട്ട് തന്നെ ഉള്ള കാര്യം എന്താണെന്നറിയാം, അവിടുത്തെ ലോക്കൽ കമ്മിറ്റി, അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, മുഖ്യമന്ത്രിയല്ല, നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസും ആഭ്യന്തര വകുപ്പും അല്ല ഇത് ചെയ്യേണ്ടത്. ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, ഇവരൊക്കെയാണ് അവരുടെയൊക്കെ തീരുമാനം അനുസരിച്ച് കൊണ്ടുവരാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്ഥാനം അതായത് ഈ സ്ഥലം മാറ്റം ലിസ്റ്റ് ഉണ്ടാക്കുന്ന, സ്ഥലം മാറ്റം നടത്തുന്ന ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട എന്താ, ഈ പോയിട്ട് ഓരോ ലോക്കൽ കമ്മിറ്റിയിലും കയറി ഇറങ്ങണം, ഏരിയ കമ്മിറ്റിയിലും കയറി ഇറങ്ങണം, അതുപോലെ ജില്ലാ കമ്മിറ്റിയിലും എല്ലാം കയറി എല്ലാവർക്കും സമ്മതമാണോ ഇയാളെ ഇങ്ങോട്ടൊന്ന് മാറ്റിക്കോട്ടെ എന്ന് ചോദിക്കണം. അതാ വേണ്ടത്. ഈ രീതിയിലേക്ക് പോകുമ്പോൾ, ഇതുപോലെ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ നമ്മുടെ നാടെങ്ങനെ നന്നാവും ചിന്തിക്കുക.